മെയ് 1 മുതൽ എ.ടി.എം ഫീസ് വർദ്ധിക്കും. സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും 2 രൂപ അധികം ഈടാക്കാൻ RBI അനുമതി നൽകി. പതിവായി എ.ടി.എം ഉപയോഗിക്കുന്നവർക്ക് തിരിച്ചടിയായി റിസർവ് ബാങ്കിന്റെ പുതിയ തീരുമാനം. പുതിയ നിരക്ക് വർധന മെയ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഇതോടെ എ.ടി.എമ്മിൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള സൗജന്യ പരിധി കഴിഞ്ഞാൽ ഓരോ ഇടപാടിനും ഉപഭോക്താക്കളിൽ നിന്നും 2 രൂപ വീതം അധികമായി ഈടാക്കും. എ.ടി.എം പരിപാലിക്കുന്നതിനും പ്രവർത്തനസജ്ജമാക്കുന്നതിനുമുള്ള ചെലവും ബാങ്ക് ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകുന്നതിനുള്ള ചെലവും എ.ടി.എം നിരക്കിൽ ഉൾപ്പെടും. നിലവിൽ 21 രൂപയാണ് സൗജന്യ പ്രതിമാസ പരിധി കവിഞ്ഞുള്ള ഇടപാടുകൾക്ക് ഈടാക്കുന്നത്. നിരക്ക് വർധന നടപ്പാക്കുന്നതോടെ സൗജന്യ പരിധി കഴിഞ്ഞ ഓരോ ഇടപാടിനും 23 രൂപ നൽകണം. അതേസമയം സൗജന്യ എ.ടി.എം ഇടപാട് പരിധികളിൽ മാറ്റമില്ലെന്നും RBI അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ എല്ലാ ബാങ്കുകളുടെയും സേവിങ്സ് അക്കൗണ്ട് ഉടമകൾക്ക് ഇത് ബാധകമാണ്. മെട്രോ നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ എ.ടി.എമ്മിൽ നിന്നും പ്രതിമാസം 3 തവണയും മെട്രോ ഇതര നഗരങ്ങളിൽ 5 തവണയും സൗജന്യമായി ഉപഭോക്താക്കൾക്ക് പണം പിൻവലിക്കാം. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശുപാർശകളെ തുടർന്നുള്ള RBI പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് എ.ടി.എം നിരക്ക് വർധന നടപ്പിലാക്കുന്നത്. എ.ടി.എം പരിപാലനത്തിനുള്ള വർദ്ധിച്ച ചെലവ് നികത്തുന്നതിന് ബാങ്കുകളും എ.ടി.എം ഓപ്പറേറ്റർമാരും നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിനെക്കുറിച്ച് ആവശ്യമുന്നയിച്ചിരുന്നു. അതേസമയം ചെറുകിട ബാങ്കുകളെ എ.ടി.എം നിരക്ക് വർധനവ് സാരമായി ബാധിച്ചേക്കും.